നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി ടോക്കിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ ജൂൺ 26 നടക്കുന്ന 2 മില്യൺ പ്ലഡ്ജിനൊരുങ്ങി കോഴിക്കോട് ജില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 മില്യൺ പ്ലഡ്ജിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സ്കൂളുകൾ, കോളേജുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, സാക്ഷരതാ പ്രവർത്തകർ, വിവിധ തൊഴിലാളി സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ചരിത്രപരമായ ക്യാമ്പയിനിനാണ് കോഴിക്കോട് ജില്ല സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ലഹരി വിമുക്ത സമൂഹത്തിനായി 20 ലക്ഷം പൗരന്മാർ ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യും. സമൂഹത്തിലുള്ള എല്ലാ ആളുകളുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായിട്ട് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. ജൂൺ 26 20 ലക്ഷം ആളുകളെ അവരെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരേ സമയത്ത് എല്ലാവരെയും നമ്മുടെ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യം വയ്ക്കുന്നത്. ജില്ലയിലുടനീളം അവബോധം, സാമൂഹിക ഇടപെടൽ, യുവജന ശാക്തീകരണം എന്നിവ സൃഷ്ടിക്കാനാണ് ഈ വലിയ ക്യാമ്പയിനിലൂടെ ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. നമ്മുടെ ജില്ലയിലെ 20 ലക്ഷം മനുഷ്യരെ ഒരു വലിയ ബോധവൽക്കരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക, ഒപ്പം അതോടൊപ്പം തന്നെ കേരളത്തിനും രാജ്യത്തിനും ഇത്തരമൊരു വലിയ പ്രതിജ്ഞ എന്നതിലൂടെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് കൂടുതൽ കരുത്ത് പകരുക എന്നതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. നാടിനായി നാളേക്കായി നമുക്ക് ഒന്നിക്കാം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപ്ഷനായി നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇത്തരമൊരു പദ്ധതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തി അത് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഈ കോഴിക്കോട് ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം കേട്ടപ്പോൾ 20 ലക്ഷം എന്നത് നമ്മളെക്കൊണ്ട് സാധ്യമാകുന്ന സംഖ്യയാണോ എന്ന ആശങ്ക പ്രകടിപ്പിച്ച എല്ലാവർക്കും അത് നമുക്ക് സാധ്യമാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ, നമ്മളെല്ലാവരും നമ്മുടേതായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ 20 ലക്ഷം എന്നത് അതിവേഗത്തിൽ മറികടക്കാൻ കഴിയുന്ന ഒരു സംഖ്യ മാത്രമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള പങ്കാളിത്തം, അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം താഴെത്തട്ടിലേക്ക് നടന്നു വരികയാണ്. 2 മില്യൺ പ്ലഡ്ജിന്റെ വിജയത്തിനായി ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും ജില്ലാ, ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും വിവിധ സംഘടനകളുടെയും യോഗം സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ ക്യാമ്പയിൻ, ഈ അവയർനെസ് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ്, വളരെ പോസിറ്റീവാണ്. കാരണം ഈ അവയർനെസ്, ഈ കമ്മ്യൂണിക്കേഷൻ എല്ലാ സ്ഥലത്തേക്ക് പോകണം, എല്ലാ ഗ്രാമത്തിലേക്ക് പോകണം, എല്ലാ വാർഡിലേക്ക് പോകണം, എല്ലാ സൊസൈറ്റിയിലേക്ക് പോകണം, എല്ലാ റെസിഡൻറ്റ് അസോസിയേഷനിലേക്ക് പോകണം, കോർപ്പറേഷൻ ഏരിയയിൽ, മലയോര ഏരിയയിൽ, കടൽ ഏരിയയിൽ, എല്ലാ ഏരിയയിലേക്ക് ഈ കമ്മ്യൂണിക്കേഷൻ പോകണം. ഈ ഡ്രഗ്സ് നമുക്കൊരു പ്രശ്നമുണ്ട്. ആൻറ്റി ഡ്രഗ്സ് നമുക്ക് എല്ലാവരും റെഡിയാണ്. നമ്മുടെ സൊസൈറ്റിയിലെ, നമ്മുടെ രാജ്യത്തിലെ, നമ്മുടെ ജില്ലയിലെ ഈ ഡ്രഗ്സിൻ്റെ പ്രശ്നം നമുക്ക് തീർക്കണം. അതിൻ്റെ ഒരു ധാരണ എല്ലാവരും ഉണ്ടാവണം. ആൻഡ് അതിന് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു 2 മില്യൺ പ്ലഡ്ജിൻ്റെ പ്രോഗ്രാം വളരെ യുണീക്കായിട്ടാണ്. മറ്റേ ജില്ലയിലെ അങ്ങനെ ഒരു പ്രോഗ്രാം ഇല്ല. നമ്മുടെ ജില്ലയിലെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഒരു ലീഡർഷിപ്പ് വെച്ചിട്ട് ചെയ്തതിന് ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഇത് പ്രോഗ്രാം റെഡി ആവുന്ന ശേഷം നമുക്കൊരു അച്ചീവ്മെൻ്റ് ആണ്. ദാറ്റ് അറ്റ്ലീസ്റ്റ് 20 lakh പീപ്പിൾ ആർ ആൻറ്റി ഡ്രഗ്, ആർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ്. സോ ഞാൻ ഒഫീഷ്യലായിട്ടോ ഔദ്യോഗികമായിട്ട് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് നന്ദി പറയാം. ദാറ്റ് നിങ്ങളൊരു പ്രോഗ്രാം വെച്ചിട്ട് ഇത് എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാർ ഇതര സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ നടക്കുന്ന പരിപാടി ചരിത്ര സംഭവമാക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹരിത കേരളം മിഷൻ പച്ചത്തുരുത്ത് വ്യാപനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കുറ്റ്യാടി MLA KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ നിർവഹിച്ചു. ഹരിത കേരളം മിഷനും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ചേർന്ന് ഉത്തായി മണപ്പുറത്തെ ഒരേക്കർ സ്ഥലത്താണ് പച്ചത്തുരുത്ത് ഒരുക്കുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പച്ചത്തുരുത്തിനായി സ്ഥലമൊരുക്കുകയും കുഴികളെടുക്കുകയും ചെയ്തത്. കോഴിക്കോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നാണ് തൈകൾ എത്തിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നയീമ കുളമുള്ളതിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി മുഖ്യ അതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP ചന്ദ്രി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P സുരേന്ദ്രൻ മാസ്റ്റർ, ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ PT പ്രസാദ്, കുന്നുമ്മൽ BDO മനോജ് കുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM കുമാരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു.
ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകളിലേക്ക്. കേരള കള്ള് വ്യവസായി തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളി കുടുംബ സ്വാന്തന പെൻഷൻ ഗുണഭോക്താക്കൾ വാർഷിക മസ്റ്ററിംഗ് നടത്തണം. 2024 ഡിസംബർ 31 വരെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24 വരെ മസ്റ്ററിംഗ് നടത്താം. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, കിടപ്പു രോഗികൾ, വയോജനങ്ങൾ എന്നിവർ വിവരം അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചാൽ ജീവനക്കാർ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തും. ആധാർ ഇല്ലാതെ പെൻഷൻ അനുവദിക്കപ്പെട്ട 85 വയസ്സ് പിന്നിട്ടവർ, 80% ശാരീരിക വൈകല്യമുള്ളവർ, രോഗം ബാധിച്ച് കിടപ്പിലായവർ, 5/1/2021 സർക്കാർ ഉത്തരവ് പ്രകാരം പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ, ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ എന്നിവർ ബന്ധപ്പെട്ട ക്ഷേമനിധി ബോർഡിലെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. ഫോൺ 0495238435. ജില്ലാ വെറ്റിനറി കേന്ദ്രം ആസ്ഥാനമായി മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മൊബൈൽ സർജറി യൂണിറ്റിലേക്ക് പരമാവധി 90 ദിവസത്തേക്ക് PG വെറ്റിനറി സർജനെ നിയമിക്കും. യോഗ്യത MVSE കേരള വെറ്റിനറി കൗൺസിൽ രജിസ്ട്രേഷൻ അപേക്ഷയോടൊപ്പം സർട്ടിഫിക്കറ്റുകൾ അസൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജൂൺ 9 ഉച്ചയ്ക്ക് 12 മൃഗസംരക്ഷണ ഓഫീസിൽ വാക്കിൻ ഇന്റർവ്യൂവിനെത്തണം. ഏപ്രിൽ 1 ശേഷം നിർമ്മിച്ച 2020 ഏപ്രിൽ 1 ശേഷം ഭവന പുനരുദ്ധാരണത്തിനോ പൂർത്തീകരണത്തിനോ സർക്കാർ ധനസഹായം കൈപ്പറ്റാത്ത വീടുള്ള പട്ടികവർഗക്കാർക്ക് സേഫ് പദ്ധതിയിൽ അപേക്ഷിക്കാം. 2.5 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവരായിരിക്കണം. അപേക്ഷാ ഫോം കോഴിക്കോട് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിലും പേരാമ്പ്ര, കോടഞ്ചേരി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലും സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിലും ലഭിക്കും. വീട് സ്ഥിതി ചെയ്യുന്ന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് കോഴിക്കോട് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസുമായോ അതത് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുമായോ ബന്ധപ്പെടാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 10. ഫോൺ 0495237636. ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.